കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി അഡ്മിഷന്റെ ഭാഗമായിട്ടുള്ള സെക്കൻഡ് അലോട്ട്മെന്റിന് ശേഷമുള്ള വൺ ടൈം എഡിറ്റിംഗിന്റെ ഡേറ്റ് ജൂലൈ 6-7 തീയതികളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് അഡ്മിഷൻ എടുക്കേണ്ട സമയം ഇന്ന് ജൂലൈ 2-ന് അവസാനിക്കേണ്ടതായിരുന്നു. ആ തീയതി ജൂലൈ 4 വരെ എക്സ്റ്റെൻഡ് ചെയ്തു. ജൂലൈ 4 കഴിഞ്ഞാൽ 5, 6, 7 തീയതികളിൽ 5-ാം തീയതി ഇല്ല, 6-ാം തീയതിയും 7-ാം തീയതി ആയിരിക്കും എഡിറ്റിങ്ങിനുള്ള സൗകര്യം ഉണ്ടായിരിക്കുക. ആ സമയത്ത് വിദ്യാർത്ഥികൾക്ക് എല്ലാവിധ എഡിറ്റിങ്ങും ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ, ഇമെയിൽ ID ഒഴികെയുള്ള എല്ലാ കാര്യങ്ങളും എഡിറ്റിംഗ് ചെയ്യാൻ. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ആ തെറ്റുകളൊക്കെ തിരുത്താം. അതുപോലെ തന്നെ പുതിയ കോളേജുകൾ നൽകാൻ സാധിക്കും. നിലവിൽ കൊടുത്ത കോളേജുകൾ ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ കൊടുത്ത ഓപ്ഷനുകൾ റീഅറേഞ്ച് ചെയ്യാൻ സാധിക്കും. 20 ഓപ്ഷൻ വരെ വിദ്യാർത്ഥികൾക്ക് കൊടുക്കാൻ സാധിക്കും. കഴിഞ്ഞ അലോട്ട്മെന്റിൽ 5-ാമത്തെ ഓപ്ഷനായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. ചിലപ്പോൾ നിങ്ങൾ കൊടുത്ത 10-ാമത്തെ ഓപ്ഷനായിരിക്കും വേണ്ടി വരും. അന്ന് കൊടുത്ത ഓപ്ഷനിൽ കൊടുത്ത തെറ്റുകൊണ്ട് സംഭവിച്ചതായിരിക്കും. ആ വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യാം, ആ 10-ാമത്തെ ഓപ്ഷനുകളൊക്കെ ആഡ് ചെയ്യാം. ഇതിന് കൂടെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുക, സെക്കൻഡ് അലോട്ട്മെന്റിൽ കിട്ടിയ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ കൊടുത്ത ഓപ്ഷൻ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കില്ല. അത് അവിടെ ഉണ്ട്. അതിലാണ് നിങ്ങളിപ്പോൾ പെർമനന്റ് അഡ്മിഷൻ, അവിടെയാണ് ഇപ്പോൾ നിങ്ങൾ സ്റ്റുഡൻറ്റ്. അടുത്ത അലോട്ട്മെന്റ് പുതിയൊരു സ്ഥലം കിട്ടിയാൽ അങ്ങോട്ട് മാറും. അടുത്ത അലോട്ട്മെന്റിൽ ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെന്റ് കിട്ടിയ സ്ഥലം തന്നെയാണെങ്കിൽ അവിടെ തന്നെയായിരിക്കും തേർഡ് അലോട്ട്മെന്റ് കഴിഞ്ഞാൽ തുടരേണ്ടത് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കി വിദ്യാർത്ഥികൾക്ക് എഡിറ്റിംഗ് ചെയ്യാം. അതുപോലെ തന്നെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അലോട്ട്മെന്റിൽ നിന്ന് പുറത്തു പോയവരുണ്ടാവും. അലോട്ട്മെന്റിൽ നിന്ന് പുറത്തു പോയ പറഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നു, ആ സമയത്ത് നിങ്ങൾ മാൻഡേറ്ററി ഫീ അടക്കാതെ അലോട്ട്മെന്റിന് പുറത്തു പോയാൽ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് അലോട്ട്മെന്റ് പ്രക്രിയയിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അലോട്ട്മെന്റ് പുറത്തു പോയാൽ നിങ്ങൾ നിർബന്ധമായിട്ടും എഡിറ്റിംഗ് ചെയ്തിട്ട് തേർഡ് അലോട്ട്മെന്റിലേക്ക് ശ്രമിക്കേണ്ടതാണ്. ഓക്കെ, അലോട്ട്മെന്റിൽ നിന്ന് പുറത്തു പോയ ആളുകൾ എന്താ ചെയ്യേണ്ടത്? എഡിറ്റിംഗ് ചെയ്താൽ തേർഡ് അലോട്ട്മെന്റിലേക്ക് നിങ്ങളെ പരിഗണിക്കും. എഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നതായിരിക്കും. അതുവരെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ കാത്തിരിക്കുക ബാക്കി അപ്ഡേറ്റിന് വേണ്ടിയിട്ട്. അതിനാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം എന്നുകൂടി അറിയിക്കുന്നു. ഓക്കെ, താങ്ക് യു.